ഇവിടെയൊരു അമ്മ തന്റെ മകളെ ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുവരുന്നു. എന്താണ് കാര്യമെന്ന് നോക്കിയാൽ മകൾ കറുത്ത നിറമായതുകൊണ്ട് ഒരു ചെറുക്കനും അവളെ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്റെ മകളെ നിറം കൂട്ടി വെളുപ്പിച്ചു കാണിക്കണം എന്ന് പറഞ്ഞ് അവർ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ആവശ്യപ്പെടുന്നു. അതിന് അദ്ദേഹം പറയുന്നത്, സൗന്ദര്യത്തിനും നിറത്തിനും ബന്ധമില്ല, ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നാണ്. പക്ഷേ അമ്മ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ശരിയെന്ന് പറഞ്ഞ് ഈ മേക്കപ്പ് മാൻ ആ കുട്ടിയെ പെട്ടെന്ന് നിറം വെച്ചതുപോലെയാക്കുന്ന ഒരു മേക്കപ്പ് ഇട്ടുകൊടുക്കുന്നു. അതേസമയം ഒരു ലോക്കൽ ഗുണ്ട അവിടെ വരുന്നു. ഈ ബ്യൂട്ടി പാർലർ തല്ലിത്തകർക്കാൻ വേണ്ടിയാണ് അവൻ വരുന്നത്. അവൻ വർഷങ്ങളായി കല്യാണം നടക്കുന്നില്ല. അതിന് കാരണം നല്ല നിറമുള്ള ഒരു പെണ്ണിന് മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നൊരു ലക്ഷ്യം മനസ്സിൽ വെച്ച് അവൻ നടക്കുകയായിരുന്നു. ഈ മേക്കപ്പിട്ട പെൺകുട്ടിയെ കൊണ്ടുപോയി ആ ഗുണ്ടയുടെ അച്ഛന്റെ അടുത്ത് കാണിക്കുമ്പോൾ, ഇവളാണ് നിനക്ക് പറ്റിയ പെണ്ണ്, നീ ഇവളെ തന്നെ കല്യാണം കഴിച്ചോ എന്ന് അദ്ദേഹം പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ഗംഭീരമായി നടക്കുന്നു. ഇവർക്ക് ഇട്ട മേക്കപ്പ് ഇടയ്ക്കിടെ മാഞ്ഞുപോകുന്നുണ്ടായിരുന്നു. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റായ നായകൻ അതടിച്ച് അപ്പ് ചെയ്ത് അവരുടെ യഥാർത്ഥ നിറം പുറത്തു വരാതെ നോക്കുന്നു. എങ്ങനെയോ കല്യാണം നല്ല രീതിയിൽ കഴിഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് നൈറ്റ് ആണ്. അവൾ പറയുന്നത്, ലൈറ്റ് ഓഫ് ചെയ്താൽ മാത്രമേ എനിക്ക് റൊമാൻസ് മൂഡ് വരൂ എന്നാണ്. പുതിയ ഭർത്താവും നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യുന്നത് പ്രധാനമാണ് എന്ന് പറഞ്ഞ് ആ കുട്ടി പറഞ്ഞതുപോലെ ചെയ്യുന്നു. അടുത്ത ദിവസം അവൾ കുളിക്കുമ്പോൾ ശരീരത്തിൽ ഇട്ടിരുന്ന മേക്കപ്പ് മുഴുവനും മാഞ്ഞുപോകുന്നു. അവൾ തന്റെ യഥാർത്ഥ നിറത്തിൽ വന്ന് കാപ്പി ഇട്ടുകൊടുക്കുമ്പോൾ, നീ ആരാണ് ഇവിടെ വന്നു നിൽക്കുന്നത്? നീ ആരാണ് മോളെ എന്ന് അമ്മായിയമ്മ ചോദിക്കുന്നു. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ അമ്മ മേക്കപ്പ് എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു കളഞ്ഞു. ഈ മൊത്തം കുടുംബവും ഈ പെൺകുട്ടിയെ വെറുക്കാൻ തുടങ്ങുന്നു.